അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും 230 യാത്രക്കാരും 12 വിമാന ജോലിക്കാരുമായി ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തീഗോളം പോലെ കത്തി വീഴുന്ന ദൃശ്യങ്ങളിൽ നടുങ്ങിത്തരിച്ചു നിൽക്കുകയാണ് രാജ്യം. വിമാനത്താവളത്തിനടുത്തുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കാണ് ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതെന്നത് ദൂരവ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉച്ചനേരത്താണ് അപകടമുണ്ടാകുന്നത്. MBBS വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിക്കാനെത്തിയിരുന്ന വിദ്യാർത്ഥികളും ഡോക്ടർ ട്രെയിനികളും ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെട്ടിരുന്നു. ധാരാളം ആളുകളുള്ള ജനവാസ മേഖലയിലായിരുന്നു എന്നതിനാൽ ദുരന്തബാധിതരുടെ എണ്ണവും കൂടുതലാണ്. വിമാനം വീണ പ്രദേശത്തെ നിരവധി ബഹുനില കെട്ടിടങ്ങളും വാഹനങ്ങളും അടക്കം കത്തിയമർന്നിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനെ ജീവനോടെ കണ്ടെത്തിയതൊഴിച്ചാൽ ആശ്വാസ വാർത്തകളൊന്നുമില്ല. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും തകർന്ന വിമാനത്തിലുണ്ടായിരുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ നേഴ്സ് രഞ്ജിതയും മരിച്ചവരിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രിയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപകട ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്: രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്ന് ഇതായിരിക്കും. എന്താണ് ഈ അപകടത്തിന് കാരണമെന്നത് വ്യക്തമാകേണ്ടതുണ്ട്. റൺവേയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ വിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനാവാതെ പെട്ടെന്ന് താഴേക്ക് വീണത് എന്തുകൊണ്ടാവാമെന്ന് അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്. എഞ്ചിൻ തകരാറും പക്ഷിയിടിച്ചതുമടക്കം അപകടത്തിന് പല സാധ്യതകളും വിദഗ്ധർ പറയുന്നു. ഏറെ പരിചയമുള്ള പൈലറ്റാണ് വിമാനം പറത്തിയിരുന്നത്. ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആയിരുന്നു പൈലറ്റ്. 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ട് അദ്ദേഹത്തിന്. സഹ പൈലറ്റ് ക്ലൈവ് കുന്ദർ 1100 മണിക്കൂർ പറക്കൽ അനുഭവമുള്ളയാളാണ്. ഇവരുടെ പിഴവ് കൊണ്ട് അപകടമുണ്ടാവാനുള്ള സാധ്യത വിദഗ്ധർ കാണുന്നില്ല. പറന്നുയർന്ന ഉടൻ വൻ അപകട സൂചനയുള്ള ഒരു സന്ദേശം പൈലറ്റ് നൽകിയെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ എയർ ട്രാഫിക് കൺട്രോളിന് തിരിച്ചു പ്രതികരിക്കാൻ അവസരം കിട്ടുന്നതിന് മുൻപേ ദുരന്തം സംഭവിച്ചു. ദീർഘയാത്രയ്ക്കായി നിറയെ ഇന്ധനവുമായി പറന്നുയർന്ന ഉടനാണ് അപകടമെന്നത് ദുരന്തത്തിന്റെ ആഴം കൂട്ടി. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ 169 പേർ ഇന്ത്യക്കാരാണ്. 53 ബ്രിട്ടീഷ് പൗരന്മാരുണ്ട്. 7 പോർച്ചുഗീസുകാരും ഒരു കനേഡിയനുമാണ് യാത്രക്കാരിൽ ഉണ്ടായിരുന്നത്. 2020 ഓഗസ്റ്റ് 7-ന് കരിപ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയുണ്ടായ അപകടത്തിൽ 2 പൈലറ്റ്മാരടക്കം 21 പേർ മരിച്ചതിനു ശേഷം രാജ്യത്തുണ്ടാകുന്ന വലിയ വിമാനാപകടം ഇതാണ്. 2000-ന് ശേഷമുണ്ടായ മറ്റൊരു വലിയ വിമാനാപകടം മംഗലാപുരത്തായിരുന്നു. ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 2010 മെയ് 22-ന് മംഗലാപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നു വീണ് 158 പേരാണ് മരിച്ചത്. 1996 നവംബറിൽ ഹരിയാനയിലെ ചർഗി ദാദ്രിക്ക് സമീപം സൗദി അറേബ്യൻ എയർലൈൻസിന്റെയും കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെയും വിമാനങ്ങൾ കൂട്ടിയിടിച്ച് 349 പേർ മരിച്ചതടക്കമുള്ള അപകടങ്ങൾ 2000-ന് മുൻപ് രാജ്യത്തുണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദിൽ തന്നെ ഇതിനു മുൻപ് വലിയൊരു വിമാന ദുരന്തമുണ്ടായി. 1988 ഒക്ടോബർ 19-ന് ഇന്ത്യൻ എയർലൈൻസ് വിമാനം അവിടെ തകർന്നു വീണു മരിച്ചത് 130 പേരാണ്. മികച്ച സുരക്ഷാ റെക്കോർഡുള്ള വിമാനമാണ് ബോയിംഗ് 787-8 ഡ്രീം ലൈനർ. ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ ഈ ദുരന്തം വിമാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മേലുള്ള ആദ്യത്തെ ആഘാതമാണ്. 2011-ലാണ് ആദ്യമായി ഈ മോഡൽ കമ്പനി വിപണിയിൽ ഇറക്കിയത്. 14 വർഷത്തിനിടെ ഈ ശ്രേണിയിലുള്ള നിരവധി വിമാനങ്ങൾ കമ്പനി വിറ്റഴിച്ചിട്ടുണ്ട്. മുൻപ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവന് ഭീഷണിയാകുന്ന ഒരപകടം ഇതാദ്യമാണ്. ആധുനിക വിമാനങ്ങൾ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ മെച്ചപ്പെട്ടവയാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യത കൂടുതലുമാണ്. ആ വിശ്വാസ്യത നിലനിർത്തുവാൻ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ട്.